സോ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇഹാ ഡിസൈൻസിൻ്റെ ഷോറൂമിലാണ്. മിസ് സൗത്ത് ഇന്ത്യ ഇൻടു ഇഹാ ഡിസൈൻസ് അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോ ആണ് ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. സോ നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 22 കണ്ടസ്റ്റൻസ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഫാഷൻ ഷോ ആണ്. ആൻഡ് ഇതൊരു ബ്രൈഡൽ എക്സ്പോ ആണ്. ഇഹാ ഡിസൈൻസിൻ്റെ ബ്രൈഡൽ കളക്ഷൻസും അതുപോലെ തന്നെ ലെഹങ്ക ഗൗൺ കളക്ഷൻസാണ് നമ്മളിവിടെ നമ്മുടെ ഗേൾസ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വെരി എക്സൈറ്റഡ് ഫോർ ഇറ്റ്. സ്റ്റേ ട്യൂൺഡ്. അർച്ചനയാണ് ഞങ്ങൾ സ്കൂളിൽ. അപ്പോൾ ഫസ്റ്റ് അർച്ചനയോടോ ഫ്രണ്ടിനോടുമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്, ഞങ്ങൾ സെലക്ട് ചെയ്തതിന്. ഇത് മാത്രമല്ല കൊച്ചു പോലൊരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എൻ്റെ ടീമിന് കിട്ടിയത് ഭയങ്കര സന്തോഷം. ആൻഡ് മെയിൻ തിങ്, ഈ ഫസ്റ്റ് ടൈമാണ് അർച്ചന ആദ്യമേ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക മിസ് സൗത്ത് ഇന്ത്യ ഷോ, ഒരു സ്റ്റോർ ഷോ നടത്തുന്നത്. ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ആൻഡ് ഇപ്രാവശ്യത്തെ ഇവരുടെ ടാഗ് ലൈൻ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു, ബിയോണ്ട് ബ്യൂട്ടി എന്നുള്ളത്. അപ്പോൾ മുമ്പാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും സൗന്ദര്യം ഉള്ളത്, അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് വേണം, അല്ലെങ്കിൽ ഇന്ന ലെവലിലുള്ളത്, ആ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ യാതൊരു ക്രൈറ്റീരിയകളും ഇല്ലാണ്ട് ബിയോണ്ട് ബ്യൂട്ടി എന്നുള്ള ഒരു ടാഗ് ലൈനിൽ തന്നെ നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ ആഗ്രഹമുള്ള എല്ലാ കുട്ടികൾക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സും ലേഡീസ് തന്നെയാണ് എന്നെ പോലെ. നമ്മൾ ഒരു ലേഡി എംപവർമെന്റ് എന്ന് തന്നെ വേണം പറയാൻ. ഭയങ്കര സന്തോഷം. ആൻഡ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഈ ഹാ ഡിസൈൻസിന്റെ അപ്കമിങ് സീസണിലേക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് ഈ കുട്ടികളിലൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ പേഴ്സണാലിറ്റിയും അവരുടെ ആ ഒരു കോൺഫിഡൻസുമാണ് ഞങ്ങളുടെ ഡ്രസ്സുകൾക്ക് ഭംഗി കൊടുക്കുന്നത്. സോ നിങ്ങളൊക്കെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാനായിട്ട്. ആൻഡ് എനിവേ വൺസ് അഗൈൻ അർച്ചനയോടും ടീമിനോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കാരണം ഇന്ന് ഈ ഒരു ബ്രൈഡൽ എക്സ്പോ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എസ്പെഷ്യലി ഞങ്ങളുടെ കണ്ടസ്റ്റൻസ്. ആദ്യത്തെ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി സാരീസും അതിനുശേഷം ലെഹങ്കാസും ഗൗൺസും ആണ് ഷോക്കേസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് മിസ് സൗത്ത് ഇന്ത്യയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. സോ വെരി എക്സൈറ്റഡ്. നമ്മൾ പലപ്പോഴും സൗന്ദര്യ മത്സരങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ സൗന്ദര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ടോൾ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം വേദികൾ കൊടുത്തൊരു കാലം നമ്മുടെ ബ്യൂട്ടി പാജൻസിന് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി എഴുതി നമ്മൾ ഈ പ്രാവശ്യം എല്ലാ കുട്ടികൾക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അവര് നമ്മുടെ കൂടെ വന്നു, നമ്മുടെ ഈ പാജന്റ് സപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ വർഷം, നമ്മുടെ പാജന്റ് തുടങ്ങുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത ബ്രാൻഡ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ബ്രാൻഡ്സ് ആണ്. ആൻഡ് നമ്മുടെ നൂഹ മാം ഇവിടെ ഉണ്ട്. ഷീ ഈസ് ദ പില്ലർ ബിഹൈൻഡ് എവറിത്തിങ്. ആൻഡ് ഈ ഒരു കൊല്ലം നമ്മുടെ സ്പെഷ്യാലിറ്റി ഓൾസോ കംപ്ലീറ്റ്ലി വിമൻ ലെഡ് ടീമാണ് മിസ് സൗത്ത് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് എവർ ടൈം. ആൻഡ് വി ആർ സോ പ്രൗഡ് ദാറ്റ് നമുക്ക് വിമൻ എംപവർമെന്റിന്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈൻ ആയിട്ടുള്ള നൂഹ മാം ഇസ് ഓൾസോ വിത്ത് us ടുഡേ. ആൻഡ് നമുക്കൊരു സർപ്രൈസ് എലമെന്റ് കൂടി ഉണ്ടാവും നൂഹ മാമിന്റെ ഭാഗത്ത് നിന്ന്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്താണെന്നുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒരു ലെഹങ്ക പ്ലസ് ഗൗൺ റൗണ്ട് ആണ്. ലെഹങ്കാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ലെഹങ്കാസ് ക്യാരി ചെയ്യുക എന്ന് പറയുന്നതിന് ഒരുപാട് എനർജി വേണം, ഗ്രേസ് വേണം, അതേപോലെ തന്നെ ഓഡിയൻസിന് സപ്പോർട്ടും വേണം. ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എസ്പെഷ്യലി മീഡിയ. ആൻഡ് എ വെരി ബിഗ് താങ്ക്സ് ടു നൂഹ മാം. കാരണം വളരെ ചെറിയൊരു സമയത്താണ് നമ്മൾ ഇഹാ ഡിസൈൻസിനെ അപ്രോച്ച് ചെയ്ത് മാം ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന് ഇവിടുത്തെ ഒരു കളക്ഷൻ ഷോക്കേസ് ചെയ്യണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും മാം അത് ഉടനെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹ്യൂജ് ആണ് അപ്ലോസ് ടു നൂഹ മാം. അതുപോലെ തന്നെ ശ്വേത പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഒരു റാമ്പ് വാക്ക്. സോ ഒട്ടും എക്സ്പീരിയൻസ് ഒന്നുമില്ല, അവരുടെ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് നിങ്ങൾ തരുന്ന ആ ഒരു എനർജി, ആ ഒരു കോൺഫിഡൻസ് ആണ് അവരുടെയും ഏറ്റവും വലിയൊരു എനർജിയും കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടാഗ് ആണ്, ബിയോണ്ട് ബൗണ്ടറീസ് ബിയോണ്ട് ബ്യൂട്ടി. സാധാരണ എല്ലാ സൗന്ദര്യ മത്സരങ്ങളിലും ഒരുപാട് ക്രൈറ്റീരിയാസ് ആണ് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത്. അതായത് ഇന്നൊരു ഹൈറ്റ് ആയിരിക്കണം, ഇങ്ങനൊരു വെയിറ്റ് കാറ്റഗറി ആയിരിക്കണം, ഭയങ്കര സ്ലിം ആയിരിക്കണം, ഭയങ്കര വെളുത്തിട്ടായിരിക്കണം, ഒരു സൂപ്പർ മോഡൽ ലുക്ക് ആയിരിക്കണം, ഇന്ന ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഡോക്ടർ ആയിരിക്കണം, എഞ്ചിനീയർ ആയിരിക്കണം. അങ്ങനെ സൊസൈറ്റി ഒരു വലിയൊരു നീണ്ട ലിസ്റ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ ബ്യൂട്ടി പാജന്റ് കോമ്പറ്റീഷൻ, അത് മിസ് ഇന്ത്യ ആണെങ്കിലും മിസ് യൂണിവേഴ്സ് ആണെങ്കിലും മിസ് വേൾഡ് ആണെങ്കിലും ഒരുപാട് വർഷമായിട്ട് നടത്തി വരികയായിരുന്നു. പക്ഷെ ഒരു 3-4 വർഷമായിട്ട് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് പോലുള്ള പാജന്റുകൾ ആ ഒരു റൂൾസ് മൊത്തം മാറ്റി മാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ വെൽക്കം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് ഒരു ചേഞ്ചസും ഇതുവരെ വരാത്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മിസ് സൗത്ത് ഇന്ത്യ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മളെപ്പോലെ കുറേ സ്ത്രീകൾക്ക്, യങ്
വിമൻ ആണ് ഈ ഒരു ടീമിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ വൈ നോട്ട് മേക്ക് ദാറ്റ് ചേഞ്ച് ഓർ വൈ നോട്ട് ബി ദാറ്റ് ഫസ്റ്റ് പേഴ്സൺ ടു മേക്ക് ദ ചേഞ്ച് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വർഷം we don't believe in taking any registration fees. We don't believe in keeping any boundaries for the girls. ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ല. എനിബഡി ഫ്രം ദ ഏജ് ഓഫ് 17 to 35 can participate in Miss South India. അതുപോലെ തന്നെ ഒരു കളർ ബാരിയറോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അവർ എന്ത് പ്രൊഫഷനിലാണ് വരുന്നത് ഇതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 5 സ്റ്റേറ്റ്സിൽ നിന്നും 22 സുന്ദരിമാരെയാണ് നമ്മൾ മിസ് സൗത്ത് ഇന്ത്യ 2025 സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ മീഡിയയുടെയും എല്ലാ ആൾക്കാരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് നുഹ മാം ആൻഡ് നിഹ ഡിസൈൻസ് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് ഫോർ സപ്പോർട്ടിംഗ് യങ് ഗേൾസ് ലൈക്ക് us. താങ്ക് യു. സത്യമായിട്ട് പറയട്ടെ, ഈ ഒരു ഓഡിയൻസിന്റെ എനർജി അടിപൊളിയാണ്. ബിക്കോസ് ഓരോ ഗേൾസ് വരുമ്പോൾ നിങ്ങൾ ക്ലാപ്പ് ചെയ്ത് ചിയർ ചെയ്യുമ്പോൾ, ബിക്കോസ് ഒരു ബ്യൂട്ടി പാജന്റ് സ്റ്റേജിൽ നമ്മൾ പോകുമ്പോൾ കുറേ നെർവസ് ആയിരിക്കും അല്ലേ. നമുക്ക് ഫസ്റ്റ് ടൈം ആണ് റാമ്പിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മൾ കണ്ടസ്റ്റൻസിനോട് പറയാം, നിങ്ങൾ എല്ലാ റൗണ്ടിലും നന്നായിട്ട് പെർഫോം ചെയ്താലാണ് നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അർച്ചന മാം പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ പാജൻസ് നോക്കുന്ന സമയത്ത് എപ്പോഴും ഫിനാലെ മാത്രമാണ് അവരെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ പ്രേക്ഷകർ കാണുന്നതും ജസ്റ്റ് ഫിനാലെ മാത്രമാണ്. അതിന് മുന്നേ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെ ഗ്രൂമിങ് സെഷൻസ് ആണ് അവർ അണ്ടർഗോ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത് എന്നുള്ളത് ആരും കാണാറില്ല. പക്ഷെ ദിസ് ടൈം നമ്മൾ അതൊന്നും മാറ്റാണ്. നമ്മൾ ഫസ്റ്റ് ഡേ വരുന്നത് തൊട്ട് നമ്മൾ ആ ഗേൾസിനെ ജഡ്ജ് ചെയ്യും. അവരെങ്ങനെയാണ് കോ കണ്ടസ്റ്റന്റിനോട് ബിഹേവ് ചെയ്യുന്നത്, അവർക്കൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ. കാരണം നമ്മൾ നോക്കുന്നത് അംബാസിഡേഴ്സിനെയാണ്. നാളെ മിസ് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ നോക്കി കണ്ടുകഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു കുട്ടി ഒരു റോൾ മോഡലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റൈലിലുള്ള കുട്ടി നമ്മൾ നോക്കുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൗണ്ടറീസ് ഇല്ല, ഒരു ബാരിയേഴ്സ് ഇല്ല. ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും സൗന്ദര്യ മത്സരത്തിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമോ എന്ന് തോന്നുമായിരിക്കും. പക്ഷെ ദാറ്റ് ഇസ് വെയർ ചേഞ്ച് ബിഗിൻസ്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് വരേണ്ടത്. പാജൻസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ അതിന്റെ ഒരു വാല്യൂ എവിടെയോ കുറഞ്ഞു പോയ പോലെ പലർക്കും തോന്നാറുണ്ട്. പക്ഷെ ആ വാല്യൂ തിരിച്ചു വരുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മുടെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്കൊരു CSR ഫണ്ടിങ് ആക്ടിവിറ്റി നമ്മൾ ഗേൾസിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗേൾസ് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വെരി ഹാപ്പി to announce that ചില ഗേൾസ് more than 1 lakh rupees ആണ് ക്രൗഡ് ഫണ്ട് ചെയ്തിരിക്കുന്നത് with their following, with the contacts that they have. ആൻഡ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഹോസ്പിറ്റൽസിൽ നമ്മൾ ഇൻക്യുബേറ്റേഴ്സും വെന്റിലേറ്റേഴ്സും ന്യൂ ബോൺ ബേബീസിന് കൊടുക്കാവുന്നതാണ്. കാരണം ബാക്കിയുള്ള എല്ലാ ഇഷ്യൂസിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിലേക്ക് ഒരുപാട് അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വൈ നോട്ട് ഗിവ് ദി ഗേൾസ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മിസ് വേൾഡിലൊക്കെ പോകുമ്പോൾ ഐ വാണ്ട് ടു മേക്ക് ദ വേൾഡ് ബ്യൂട്ടിഫുൾ, വേൾഡ് പീസ് എന്നൊക്കെ പറഞ്ഞ കുറെ ആൻസേഴ്സ് പറയും. പക്ഷെ അതിൽ സബ്സ്റ്റൻസ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് വരിക. സോ അതിനാണ് നമ്മൾ ഗേൾസിന് ഇതൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. ആൻഡ് നമ്മുടെ എല്ലാ ഗേൾസും ക്രൗഡ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 30th നമ്മൾ ആ ക്രൗഡ് ഫണ്ടിങ് ചെയ്തിട്ടുള്ള അമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് കൊടുക്കുന്നതും അത് റിവീൽ ചെയ്യുന്നതൊക്കെ അന്നായിരിക്കും.